ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്രിസ്മസ് എക്സാം തുടങ്ങാനായല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ക്രിസ്മസ് എക്സാം അഥവാ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതിലെ ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കുള്ളതാണ്. മലയാളം മീഡിയം കൂട്ടുകാരുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഇതുപോലെ ഉള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മാത്രമല്ല നിങ്ങളുടെ എല്ലാ എക്സാമുകളുടെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് കൂട്ടുകാർക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 15 minutes ഈ സ്കൂൾ ഓഫ് ടൈം. ഡ്യൂറിങ് ദിസ് ടൈം റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ്. ആ കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് നിങ്ങളെല്ലാവരും നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നത് എന്നെല്ലാം നോക്കി വെക്കുക. നന്നായിട്ട് വായിച്ചു നോക്കണം ക്വസ്റ്റ്യൻ പേപ്പർ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുകയുള്ളൂ. പിന്നെ റൈറ്റ് ആൻസർ ഫോർ എനി 6 ആക്ടിവിറ്റീസ് ഔട്ട് ഓഫ് ടോട്ടൽ 8 ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ 8 ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 6 എണ്ണം എഴുതിയാൽ മതി. ബാക്കി 2 എണ്ണം നിങ്ങൾക്ക് വിടാട്ടോ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കാം. ദ ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6371 കിലോമീറ്റർ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ എർത്ത്സ് ഇൻറ്റീരിയർ ഡയറക്ട്ലി. ദ നോളജ് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് കൺക്ലൂഷൻസ്. അപ്പോൾ എന്താണ് പറയുന്നത്? എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട് മനുഷ്യന്മാർക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അവർ മനസ്സിലാക്കാറുള്ളത്? സയൻറ്റിഫിക് സ്റ്റഡീസ് വഴിയും അതുപോലെ അതിൻ്റെ കൺക്ലൂഷൻസ് വഴിയൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള നോളജ് അവർക്ക് കിട്ടാറ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് തരുമ്പോൾ അതിൻ്റെ ഫസ്റ്റിൽ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫ് തരും. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും നന്നായി വായിച്ചു നോക്കണം. അപ്പോൾ ആക്ടിവിറ്റി 1-ലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ കുഡ് വി കളക്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്? എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം. ആൻസർ അവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ആൻസർ എന്താണ്? ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫേസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻസ്. വോൾക്കാനിക് ഇറപ്ഷൻസ് വഴി എർത്തിൻ്റെ പുറത്തോട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾക്ക് എക്സാമിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താണ് എർത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഫ്രം ദ ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, ഖനികകളിൽ നിന്ന് ശേഖരിക്കുന്ന ഇൻഫോർമേഷൻസ്. അതുപോലെ ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ടു എർത്ത് ക്യൂക്ക്. എർത്ത് ക്യൂക്കൊക്കെ വഴി ഉണ്ടായിട്ടുള്ള വേവ്സിൻ്റെ മോഷൻ വഴിയും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ബി ചോദ്യം, വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ക്രസ്റ്റ്? ക്രസ്റ്റിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കാം. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ദ ക്രസ്റ്റ് ഹാസ് 2 parts, നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യനിക് ക്രസ്റ്റ്. അപ്പോൾ ക്രസ്റ്റിന് 2 പാർട്ടുകളുണ്ട്. ഒന്ന് ഏതാണ്? കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യനിക് ക്രസ്റ്റും എന്നാണ് പറയുന്നത്. ബി, ഇറ്റ് ഈസ് ഫോമഡ് ബൈ അയൺ ആൻഡ് നിക്കൽ. നിക്കലും അയണും വഴിയാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. സി, ഇറ്റ് ഹാസ് 2 parts, നെയിംലി ലിതോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. അപ്പോൾ അതിന് 2 പാർട്ടുകളുണ്ട്. അതിൻ്റെ പേര് ലിതോസ്ഫിയർ, മറ്റൊന്നിൻ്റെ പേര് ആസ്തനോസ്ഫിയർ എന്നാണ് പറയുന്നത്. സി സ്റ്റേറ്റ്മെന്റ്. ഡി സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ലിതോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ് റോക്കി പാർട്ട് ഓഫ് ദ എർത്ത്. എർത്തിന്റെ ഔട്ടർ മോസ്റ്റിലുള്ള റോക്കി പാർട്ടായിട്ടുള്ളതാണ് ലിതോസ്ഫിയർ എന്നാണ് ഡി സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. എ ഓപ്ഷൻ എ ആൻഡ് ബി എന്നാണ്. ബി ഓപ്ഷൻ എ ആൻഡ് സി, സി ബി ആൻഡ് സി, അതുപോലെ ഡി ഓപ്ഷൻ എ ആൻഡ് ഡി. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ സ്റ്റേറ്റ്മെൻറ്റും ഡി സ്റ്റേറ്റ്മെൻറ്റും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് കോൾഡ്? ഔട്ടർ മോസ്റ്റ് ലെയർ, എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് ക്രസ്റ്റ്. Activity 2. The presence of ozone gases in the atmosphere protects the earth by blocking harmful ultraviolet rays from the sun. September 16th is observed as World Ozone Day. It was declared as Ozone Layer Protection Day by the United Nations General Assembly in
1988. അപ്പോൾ ഓസോണിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് സെപ്റ്റംബർ 16 അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ് ഓൺ എർത്ത്? എന്തൊക്കെ ദോഷങ്ങളാണ് അൾട്രാവയലറ്റ് റേസ് മൂലം എർത്തിന് ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ താഴെ കൊടുക്കുന്നുണ്ട്. ആൻസർ ഈസ് കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഡാമേജ്, സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, ഏർലി ഏജിങ്, ബ്ലൈൻഡ്നെസ്, കട്ടറാക്ട്, സ്കിൻ ക്യാൻസർ. അപ്പോൾ ഇത്രയൊക്കെ എഫക്ട്സ് ആണ് അൾട്രാവയലറ്റ് റേസ് മൂലം എർത്തിനുണ്ടാകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ? എന്നാണ് വേൾഡ് ഓസോൺ ഡേ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് സെപ്റ്റംബർ 16. അപ്പോൾ അത് നമുക്ക് അവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. Activity 3. Subcontinents are large continental areas with the same variety of topographical features and climates as continents. അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. How can we classify the topography of the Indian subcontinent? ഇന്ത്യൻ സബ്കോണ്ടിനെൻറ്റിൻ്റെ ടോപ്പോഗ്രഫിയെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻസർ മൗണ്ടെയിൻ റേഞ്ച്, വാസ്റ്റ് പ്ലെയിൻസ്, ഡെസേർട്ട് റീജിയൻസ്, പ്ലാറ്റ്യൂസ്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലാൻഡ്സ്. അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ബിയുടെ ആൻസർ ദ ലാറ്റിറ്റ്യൂഡ്, ദ ആൽറ്റിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, വിൻഡ്. അപ്പോൾ നിങ്ങളുടെ എ ക്വസ്റ്റ്യന് 3 മാർക്കും ബി ക്വസ്റ്റ്യന് 2 മാർക്കുമാണ്. അപ്പോൾ എ ക്വസ്റ്റ്യനിൽ നിങ്ങൾ 6 ക്ലാസിഫിക്കേഷൻ എഴുതണം. അതുപോലെ തന്നെ നിങ്ങൾ ബി ക്വസ്റ്റ്യനിൽ 2 മാർക്കാണ്. അപ്പോൾ ആ 2 മാർക്കിന് നിങ്ങൾ 4 ഫാക്ടേഴ്സ് എഴുതണം കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 4. ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് മാസീവ്ലി ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് യൂസിങ് ഹൈ ഈൽഡിംഗ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ന്യൂ ടെക്നോളജീസ്, ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് സയൻറ്റിഫിക് ഇറിഗേഷൻ. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫുഡിൻ്റെ പ്രൊഡക്ഷൻ മാസീവായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? ഹൈ ഈൽഡിങ് സീഡ്സ്, അതായത് നല്ല വിളവുള്ള വിത്തുകൾ, അതുപോലെ തന്നെ വിളകൾ, അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, അതുപോലെ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുക, അതുപോലെ ലോണുകൾ, അതായത് ലോ ഇൻട്രസ്റ്റിൽ ലോണുകൾ കൊടുക്കുന്നത്, അതുപോലെ സയൻറ്റിഫിക് ഇറിഗേഷൻ കൊണ്ടൊക്കെ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ മാസീവ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതിലെ എ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ്റെ 2 അഡ്വാൻറ്റേജും അതുപോലെ 2 ഡിസഡ്വാൻറ്റേജുമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, എൻഷൂർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് dropped, the black marketing and hoarding of food grains declined. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ഡിസഡ്വാൻറ്റേജസ്. ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അപ്പോൾ ഇതിൽ 2 പോയിന്റ് എഴുതണം. അടുത്ത ബി ക്വസ്റ്റ്യൻ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ ഇംപ്ലിമെൻറ്റിംഗ് മെനി പോവർട്ടി എലിവേഷൻ സ്കീംസ് ടു ഇറിഗേറ്റ് ദ prevailing poverty in our country. Write the names of 2 such projects and their objectives. അപ്പോൾ എന്താണ് പറയുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള പോവർട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 2 പ്രോജക്ട്സും അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും പറഞ്ഞു തരാം. കൂട്ടുകാർക്ക് അറിയാവുന്ന 2 എഴുതിയാൽ മതി കേട്ടോ. എല്ലാ പ്രോജക്ട്സും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും താഴെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രോജക്റ്റാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. അത് എന്ന് പറയുന്നത് അഡൾട്ട്സ് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം, അതായത് കുറഞ്ഞ വരുമാനമുള്ള അഡൾട്ട്സിന് വരുമാന മാർഗത്തിനായിട്ട് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്? പ്രധാൻമന്ത്രി റോസ്ഗാർ യോജന. തേർഡ് ലൈഫ് പ്ലാന് ടു പ്രൊവൈഡ് ലീവ്ലിഹുഡ് ടു ഡിപ്പെൻഡൻസ് ഓഫ് വിക്ടിംസ് ഓഫ് ക്രൈം ഹു ആർ സഫറിങ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. അപ്പോൾ വിക്ടിംസ് ആയിട്ടുള്ള ആരെങ്കിലും, ഒരു ക്രൈം മൂലം വിക്ടിംസ് ആയിട്ടുള്ളവരുടെ ബന്ധുക്കൾക്ക് ജീവിക്കാനുള്ള ചെറിയ ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പുകളാണ് ഈ ഒരു ലൈഫ് പ്ലാൻ വഴി കൊടുക്കുന്നത്. ഫോർത്ത് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ഫിഫ്ത്ത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് PDS എന്ന് പറയുന്നത്.
സിക്സ്ത് സ്കീമാണ് PM പോഷൻ, അതായത് മിഡ് ഡേ മീൽ സ്കീം ഫോർ ഫസ്റ്റ് ടു 8th ഗ്രേഡ് സ്കൂൾ ചിൽഡ്രൻ, അതായത് 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം എന്നാണ് അർത്ഥം. അതിനുള്ള ഒരു പ്രോജക്റ്റാണ് PM പോഷം എന്ന് പറയുന്നത്. 7th വൺ ഈ സുഭിക്ഷ കേരള സ്കീം. അപ്പോൾ ഇത്രയൊക്കെ സ്കീമുകളാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. കൂട്ടുകാരെല്ലാവരും 2 എണ്ണമെങ്കിലും മിനിമം പഠിച്ചു വെക്കണം കേട്ടോ. സി ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ? ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് ഡോക്ടർ MS സ്വാമിനാഥൻ. Activity 5. Majority of the people in India are engaged in agriculture. Every crop has certain periods for sowing and harvesting. There are mainly 3 agriculture seasons in India. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ ഒരുപാട് പേരും കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ കൃഷി വിളവെടുക്കാനും അതുപോലെ വിത്ത് വിളയ്ക്കാനും ഒക്കെ ഓരോ പീരീഡുകളുണ്ട്. മെയിനായിട്ട് 3 സീസണാണ് ഇന്ത്യയിൽ അഗ്രികൾച്ചറിനായിട്ടുള്ളത്. അതിലെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ സീസൺസും കൊടുത്തിട്ടുണ്ട്, മന്ത്സും അതുപോലെ ക്രോപ്സും. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ അതിൽ അഗ്രികൾച്ചർ സീസൺസിൽ ഖാരിഫാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മന്ത്സ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആണ്. അതിൻ്റെ ക്രോപ്സ് നമ്മൾ എഴുതണം. ക്രോപ്സ് താഴെ കൊടുക്കുന്നുണ്ട്. പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്ര. അപ്പോൾ അത്രയൊക്കെ ക്രോപ്സ് ആണ് ഖാരിഫ് എന്ന് പറയുന്ന അഗ്രികൾച്ചർ സീസണിൽ ഉണ്ടാവുന്നത്. അടുത്തത് റാബിയുടെ മന്ത്സ് എഴുതണം, അതുപോലെ ക്രോപ്സ് എഴുതണം. മന്ത്സ് എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ ആണ്. ക്രോപ്സ് വീറ്റ്, പൾസസ്, മസ്റ്റാർഡ് ആണ്. അടുത്തത് അഗ്രികൾച്ചർ സീസൺ നമുക്ക് തന്നിട്ടില്ല. മന്ത് നമുക്ക് കൊടുത്തിട്ടുള്ളത് സമ്മറിലാണ്. ക്രോപ്സ് വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, കാറ്റിൽ, ഫീഡ്, ക്രോപ്സ്. അപ്പോൾ അതിൻ്റെ അഗ്രികൾച്ചർ സീസൺ ആണ് സെയ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി 3 അഗ്രികൾച്ചറൽ സീസൺസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഖാരിഫ്, അതിൻ്റെ മന്ത്സ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആണ്. റാബിയുടെ മന്ത്സ് എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ ആണ്. പിന്നെ അതുപോലെ സെയ്ദിൻ്റെ മന്ത് എന്ന് പറയുന്നത് സമ്മർ ആണ്. ഖാരിഫിൽ ഉണ്ടാകുന്ന ക്രോപ്സ് പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്രയാണ്. അതുപോലെ റാബിയിൽ ഉണ്ടാവുന്ന ക്രോപ്സ് ആണ് വീറ്റ്, പൾസസ്, മസ്റ്റാർഡ്. അതുപോലെ സെയ്ദിൽ ഉണ്ടാവുന്ന ക്രോപ്സ് ആണ് വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, കാറ്റിൽ, ഫീഡ്, ക്രോപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് നന്നായി പഠിക്കണം. അഗ്രികൾച്ചറൽ സീസൺസും മന്ത്സും ക്രോപ്സും നന്നായി പഠിക്കണം കേട്ടോ. അടുത്തത് അതിലെ B ക്വസ്റ്റ്യൻ, മാർക്ക് ദ സ്റ്റേറ്റ്സ് ദാറ്റ് കൾട്ടിവേറ്റ് വീറ്റ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒപ്പം നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ടായിരിക്കും. ആ മാപ്പിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 5 B എന്ന് പറയുന്നത്. വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് നമ്മളോട് ഈ ഒരു മാപ്പിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റിക്കും 5 മാർക്ക് വീതമാണ് നൽകുന്നത്. ഇതിലെ 2 മാർക്കാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്, 3 മാർക്കാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 3 സ്റ്റേറ്റ് എങ്കിലും എന്തായാലും അടയാളപ്പെടുത്തിയിരിക്കണം. വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ് ആൻഡ് ഹരിയാനയാണ്. ഇതിലേതെങ്കിലും 3 സ്റ്റേറ്റ്സ് കൂട്ടുകാർ ഈ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും മാപ്പ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഒന്നുകിൽ മാപ്പ് നിങ്ങൾക്ക് തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി ശ്രദ്ധിക്കണം. ഇതിന് നിങ്ങൾക്ക് 3 മാർക്കാണ്. നിങ്ങൾ ഈ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ 3 മാർക്ക് നഷ്ടമാകും. അപ്പോൾ എല്ലാ കൂട്ടുകാരും മാപ്പ് നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂട്ടുകാരെല്ലാവരും ആൻസർ പേപ്പർ ടീച്ചർക്ക് കൈമാറുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഈ മാപ്പ് കെട്ടിയിട്ടില്ലേ എന്നുകൂടെ ഉറപ്പുവരുത്തണം കേട്ടോ. അടുത്തതാണ് ആക്ടിവിറ്റി 6. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ദ സോൾ ഓഫ് ഇന്ത്യ റിസൈഡ്സ് ഇൻ ദ വില്ലേജസ് ആൻഡ് ഓൺലി ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ വില്ലേജസ് ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ക്യാൻ ബി അറ്റൈനഡ്. അപ്പോൾ എന്താണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്? ഇന്ത്യയുടെ സോള് എന്ന് പറയുന്നത് വില്ലേജസ് ആണ് എന്നും ആ വില്ലേജസിൽ പ്രോഗ്രസ് നടന്നാലേ നമ്മുടെ കൺട്രിയിലും പ്രോഗ്രസ് അറ്റൈൻ ചെയ്യുള്ളൂ എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതിൽ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഗാന്ധിജീസ് വ്യൂസ് ഓൺ വില്ലേജ് ഡെവലപ്മെൻറ്റ്. വില്ലേജ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഗാന്ധിജിയുടെ വ്യൂസ് എഴുതാനാണ്. അപ്പോൾ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാർ മിനിമം 4 പോയിന്റ്സ് എങ്കിലും എഴുതണം. Answer, villages should become fully self-governing republics, attain self-sufficiency in catering to the major needs of the village. Mutual assistance with others should only happen when it is absolutely necessary. അടുത്തത്, the primary focus on the villages should be on increasing food production and cotton cultivation for cloth. Villages should have designated areas for livestock.
അടുത്തത് there should be recreational facilities and entertainment for both adults and children. ലാസ്റ്റ് പോയിന്റ് ആണ് land should be used exclusively for cultivation and production. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ബി ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസെൻട്രലൈസേഷൻ. അപ്പോൾ ഡിസെൻട്രലൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. 4 പോയിന്റ് എഴുതണം കേട്ടോ. ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലോക്കൽ എക്കണോമി. മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് അതിലെ സി ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ബൽവാൻറ്ററൈ മെഹ്ത കമ്മിറ്റി വിച്ച് സ്റ്റേറ്റ് എക്സ്റ്റാബ്ലിഷ്ഡ് പഞ്ചായത്ത് രാജ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഏത് സ്റ്റേറ്റ് ആണ് പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ ഈസ് രാജസ്ഥാൻ. രാജസ്ഥാൻ ആണ് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 7. മാപ്സ് ആർ എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് വി യൂസ് ഡിഫറെൻറ്റ് മാപ്സ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസസ് അവർ ഡെയിലി ലൈഫ്. വി യൂസ് എവറിത്തിങ് ഫ്രം പ്രിൻറ്റഡ് മാപ്സ് ഓൺ പേപ്പർ ടു ഡിജിറ്റലി പ്രിപ്പയർഡ് മാപ്സ്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ മാപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ, പല പർപ്പസസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രിൻറ്റഡ് മാപ്സും ഡിജിറ്റൽ മാപ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ എ ക്വസ്റ്റ്യൻ സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദം ആസ് ഫീച്ചേഴ്സ് ഗ്ലോബ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാപ്സ്. അപ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ ഗ്ലോബിൻ്റെയും മാപ്പിൻ്റെയും കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആകെ കലർത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മളോട് മാപ്പിൻ്റെ ഫീച്ചറും അതുപോലെ ഗ്ലോബിൻ്റെ ഫീച്ചറും വേറെ വേറെ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം. റിയൽ ടൈം മോഡൽ ഓഫ് എർത്ത്, 2-dimensional image of the earth, spherical representation of the earth, representation of the whole earth or a portion of it on a plane surface, gives a comprehensive visual sense of the earth as it is illustrated completely. Latitudes and longitudes are illustrated as straight lines. Longitudinal lines are illustrated as semicircles and latitudinal lines are illustrated as concentric circles. Very useful for collecting information of a specific place and for planning the route for a trip. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള മാപ്പിൻ്റെയും ഗ്ലോബിൻ്റെയും ഫീച്ചേഴ്സ്. ഇനി നമുക്കിതൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഗ്ലോബിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഗ്ലോബിൻ്റെ ഫീച്ചേഴ്സ് ആണ് എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്, സ്ഫിറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്, ഗീവ്സ് എ കോംപ്രഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. അടുത്തതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആൻഡ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾസ്. മാപ്പിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. 2-dimensional image of the earth, representation of the whole earth or a portion of it on a plane surface. Latitudes and longitudes are illustrated as a straight lines. Very useful for collecting information of a specific place and for planning the route for a trip. അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ ഇൻ വിച്ച് പീരീഡ് വാസ് ദ ഓൾഡസ്റ്റ് നോൺ മാപ്പ് മെയ്ഡ്. ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാപ്പ് മെയ്ഡ് ചെയ്തിട്ടുള്ള പീരീഡ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതിലെ ഓപ്ഷൻസ് ഓപ്ഷൻ എ BCE 2500, ഓപ്ഷൻ ബി BCE 4000, ഓപ്ഷൻ സി BCE 3000. അപ്പോൾ അതിൽ ഏതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ള ഉത്തരം? നമുക്കറിയാം അല്ലേ, ഓപ്ഷൻ എ BCE 2500 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ആക്ടിവിറ്റി 8. ഫുഡ് സെക്യൂരിറ്റി മീൻസ് എൻഷൂറിംഗ് ദാറ്റ് എവറി വൺ ഇൻ എ കമ്മ്യൂണിറ്റി ഓൾവേസ് ഹാസ് ആക്സസ് ടു അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സേഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ദ കണ്ടീഷൻ നെസസറി ടു ഒബ്റ്റെയിൻ ഇറ്റ്. Though we are trying to ensure food security through increased food production and streamlined public distribution system, we are still facing some challenges. അപ്പോൾ എന്താണ്, ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഫുഡ് സെക്യൂരിറ്റി എൻഷൂർ ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ സേഫായിട്ടിരിക്കണം, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് ലഭിക്കണം, അതുപോലെ അവിടുത്തെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കണം അല്ലേ, എങ്കിൽ മാത്രമേ ഒരു കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് ഫുഡ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അത് കാരണം ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഫുഡ് സെക്യൂരിറ്റിയും അതുപോലെ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഇൻക്രീസിങ്ങും അതേപോലെ സ്ട്രീം ലൈനഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ. അതിലെ എ ക്വസ്റ്റ്യൻ വൈ കാൺ വി എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഫുഡ് സെക്യൂരിറ്റി കൈവരിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്.
എന്തുകൊണ്ടാണ്? ആൻസർ ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ, നാച്ചുറൽ ഡിസാസ്റ്റർ, അൺഎംപ്ലോയ്മെൻറ്റ്, ആബ്സെൻസ് ഓഫ് സബ്സിഡീസ്, വാർ. അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡീസ് റേറ്റ്സ്, ഫൈൻ മോർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അപ്പോൾ സബ്സിഡി നിരക്കിൽ, അതായത് സബ്സിഡി റേറ്റിൽ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് 2 എണ്ണം തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. പിന്നെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നെന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഹോർട്ടിക്രോപ്പ്. അപ്പോൾ ഇത്രയൊക്കെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമുക്ക് ഫുഡ് ഗ്രെയിൻസ് സബ്സിഡീസ് റേറ്റിൽ തരുന്നത്. ഈ ഒരു ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ക്വസ്റ്റിന് 3 മാർക്കും സെക്കൻഡ് ക്വസ്റ്റിന് 2 മാർക്കുമാണ് കേട്ടോ. അപ്പോൾ 8 ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. ഈ ഒരു 8 ആക്ടിവിറ്റീസും അതുപോലെ അതിലെ ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മറ്റൊരു വിഷയത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.